എന്തായാലും ഒരു ടീം ഇങ്ങനെ വളർന്ന് പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ശേഷം ഒരു ചെറിയ തലമുറ അതിലേക്ക് വരണമല്ലോ. അതുദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കോളേജുകളിലെ സ്റ്റുഡൻസിനെ പിന്നെ താല്പര്യമുള്ള യുവാക്കളെയൊക്കെ വെച്ചുകൊണ്ട് ഖാദിയാനിൽ പോയി. ഞങ്ങൾ അവിടെ ഇല്ല, അവിടെ ഞങ്ങൾക്ക് ഒരു പുസ്തകം പോലും കിട്ടിയില്ല. അതൊരു അത്ഭുതമാണ്. ലോകത്തിൻ്റെ ഒരു പ്രവാചകൻ ജനിച്ച സ്ഥലത്ത് പോലും ഒരു പുസ്തകം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുസ്തകാലയങ്ങളിൽ ലൈബ്രറി പോയാൽ നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞേ. ലൈബ്രറി പോയി നോക്കാൻ റെഫർ ചെയ്യാമെന്നല്ലാതെ പിന്നെ എടുത്തുകൊണ്ട് വരാൻ കഴിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഈ MA മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു, അതിനൊരുപാട് കാശ് വേണ്ടേ. ഖാദിയാനി പഠന ക്യാമ്പുകൾ, വലിയ ക്യാമ്പുകൾ കൊടിയത്തൂർ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് യുവാക്കളായ ആളുകൾ വരികയും കൊടിയത്തൂർ പള്ളികളിലും വാദി റഹ്മയിലും നിന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന അങ്ങനെ വലിയ ക്യാമ്പുകൾ നടന്നിരുന്നു. അതൊരു ഒരു 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 പരിധിവരെ ഇപ്പോൾ ഈ പറഞ്ഞ ഇശാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ സ്പർശിക്കപ്പെടാതെ പോയൊരു ഭാഗമാണ്. സംവാദങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്, നേരിട്ടുള്ള ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഖാദിയാനിസം എന്നൊരു വിഷയവും അഹമ്മദിയ ജമാഅത്തിൻ്റെ ആശയങ്ങൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സും കൂടി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യുവജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റ് കൂടി നടത്തിയിരുന്നു എന്ന് തോന്നുന്നു. അത് ചെറിയ ഒരു വാക്കിൽ അത് ആ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. കാരണം നമ്മളിങ്ങനെ പഠിച്ച് ഒരു ടീം അതിനെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇങ്ങനെ എന്തായാലും ഒരു ടീം ഇങ്ങനെ വളർന്ന് പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ശേഷം ഒരു ചെറിയ തലമുറ അതിലേക്ക് വരണമല്ലോ. അതുദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കോളേജുകളിലെ സ്റ്റുഡൻസിനെ പിന്നെ താല്പര്യമുള്ള യുവാക്കളെയൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കൊടിയത്തൂരിൽ 2 ക്യാമ്പ് കടന്ന്, പിന്നെ എറണാകുളത്തൊരു ക്യാമ്പ് കടന്ന്, പിന്നെ തിരുവനന്തപുരത്ത് ഒരു കടൽത്തീര കോളേജ് ഉണ്ടല്ലോ, അവിടെ ഒരു ക്യാമ്പാണ്. അങ്ങനെ ക്യാമ്പുകൾ പലയിടത്തും നടന്നതിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. അത് ഒരു മെച്ചം, അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ ആ വിഷയം സാമാന്യനെ മനസ്സിലാക്കാനും പിന്നെ നമ്മളെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ചില ആളുകളൊക്കെ അതിന് വളരെ പ്രസക്തമല്ലാതിരിക്കാൻ കാരണം ഖാദിയാനിസത്തിന്റെ ഇല്ലാതാവുകയും. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ പല പ്രസ്ഥാനങ്ങളും കോളേജുകളിൽ ദഅ്വ വിങ് നടത്തുന്നുണ്ട്. അവർക്കുള്ള ക്ലാസ്സുകൾ നിരന്തരമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സിലബസ് ഉണ്ടാക്കിയിരുന്നു 40 മണിക്കൂറിൻ്റെ. അത് വെച്ചുകൊണ്ട് ഞാൻ ഇവരെ ക്ലാസ് എടുക്കാൻ പോയിട്ടും എല്ലാ വിഭാഗം ആളുകളുടെയും പുളിക്കൽ ജാമിയ ജാമിയത്തുൽ ഇസ്ലാമിയ, അതുപോലെ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ദഅ്വ കോളേജ് ശാന്തപുരം, പിന്നെ ഈ പൂന്തുറ കോളേജിൽ, അതുപോലെ പായംകുളം, അങ്ങനെ പല സ്ഥലങ്ങളിലും, കായംകുളമല്ല ഇവിടെ ആലുവ, ഇങ്ങനെയുള്ള ഒരുപാട് കോളേജുകളിൽ തബ്ലീഗുകാരുടേതും മറ്റേ സുന്നികളുടേതൊക്കെ പിന്നെ ഏകദിന ക്യാമ്പുകൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. വളാഞ്ചേരി സുന്നികളുടെ ഒരു സ്ഥാപനം, അതുപോലുള്ള പല സ്ഥലത്ത് ഓർമ്മയിൽ അങ്ങനെ എടുത്തു പറയാൻ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരൊക്കെ പലരും വാട്സപ്പിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിക്കുകയും അതിൻ്റെ നിവാരണവും അതിൻ്റെ എവിഡൻസും തെളിവുകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ടീം ഈ കാര്യം പഠിക്കണമെന്നാണ്. കാരണം നമ്മുടെ അടുത്ത് എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പുസ്തകം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് പുസ്തകം കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ പല സ്റ്റേജുകളിലും നമ്മൾ 4 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു, എന്നിട്ടൊന്നും അത് കിട്ടിയിരുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതൊരു അതിശയോക്തിയോ അല്ലെങ്കിൽ ഒരു അധിക പ്രസംഗമായി പോകുന്നുള്ള, അതായത് ഖാദിയാനികൾക്ക് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ രചിച്ച പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളാണ്. അതിന് മുമ്പുള്ളവരാരും ആ പേര് അറിയില്ല. നമുക്കാണെങ്കിൽ ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് കിട്ടിയ ആ ലഘുലേഖയിൽ നിന്നും അതുപോലെ അപ്പോൾ ഈ പുസ്തകം കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. അത് MA മുഹമ്മദ് സാഹിബുമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോയി. ആ സംസാരിക്കാൻ പോകുന്നതിന് കാരണമുണ്ട്. ഖാദി അബ്ദുൽ അസീസ് മൗലവി മരിക്കുന്നതിൻ്റെ ഒരു
ഒരു 2 ആഴ്ച ഒരു 3 ആഴ്ച മുമ്പ് ഞാനും കാക്കിരി സാഹിബോട് കാണാൻ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നമ്മളിങ്ങനെ കുറേ ആളെ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ മുഹമ്മദ് ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ മുഹമ്മദിനെ നിങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തെ പിന്നെ ഒരു ദിവസം പള്ളിയിൽ അദ്ദേഹം ഉണ്ടെന്ന് കണ്ടപ്പം അദ്ദേഹം പുറത്തിറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് വഴി വെച്ച് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിന്ന് എപ്പോഴാണ് പോകുമെന്ന് വെച്ചു. എന്തേന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് ഒരു അരമണിക്കൂർ സംസാരിക്കണമെന്നുണ്ട് തന്നെ. എന്നാൽ ഇപ്പം കാറിൽ കയറിക്കോ, വീട്ടിൽ പോയി സംസാരിക്കുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ അതായത് അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് വരണം, ഞാൻ 2 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് ഞാൻ കാക്കിരി സാഹിബിനെ വിളിച്ച് ഞങ്ങൾ 2 പേരും കൂടി ഞാൻ 1-2 പുസ്തകങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 മണിക്ക് എത്തി. 5 മണി വരെ സംസാരിച്ചു. ആ സംസാരത്തിൽ പിന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഈ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം നേരത്തെ പറഞ്ഞ വസ്യത്ത് ചെയ്തിട്ടുണ്ട്, മൃതദേഹം കാദിയാനിൽ കൊണ്ടുവന്ന്. അതിനെന്താണ് അത് സംബന്ധിച്ച് സംസാരിച്ചാൽ പറഞ്ഞു, ഞാൻ വിൽ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ട്, അൽ വസിയത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ ഞാനത് ഒന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് അതിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ചില പോയിൻറ്റുകളൊക്കെ ചോദിക്കാനറിയാം. അപ്പോൾ പറഞ്ഞ് ഞാനാണൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ കാണാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ചില ചോദ്യങ്ങൾക്ക് അതിൽ മറുപടി ഉണ്ടാവില്ല. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. എന്ന് ഞാൻ പറഞ്ഞ് ഏതായാലും നമ്മൾ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാൻ നമുക്ക് തുടരണം, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ മൂപ്പരതിന് അദ്ദേഹത്തിന് അതിന് സമയം കിട്ടാഞ്ഞിട്ടായിരിക്കാം. പിന്നെ മുബാരക്ക് ശേഷമാണ് ചർച്ചക്ക് ഒരു ഇതുണ്ടായത്, അതിന് മുമ്പുള്ള സംഭവമാണ്. പക്ഷെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, പുസ്തകങ്ങൾ ലഭിക്കുന്നില്ല. കാദിയാനിൽ പോയി ഞങ്ങൾ, അവിടെ ഇല്ല, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു പുസ്തകം പോലും കിട്ടിയില്ല. അതൊരു അത്ഭുതമാണ്. ലോകത്തിൻ്റെ ഒരു പ്രവാചകൻ ജനിച്ച സ്ഥലത്ത് പോലും ഒരു പുസ്തകം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുസ്തകാലയങ്ങളിൽ ലൈബ്രറി പോയാൽ നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു. ലൈബ്രറി പോയി നോക്കുക, റെഫർ ചെയ്യാമെന്നല്ലാതെ പിന്നെ അടുത്തുകൊണ്ട് വരാൻ കഴിയില്ലല്ലോ. അതേമാതിരി പ്രഭുവ അവരുടെ പാകിസ്ഥാനിൽ, അവിടേക്ക് ഖത്തറിലുള്ള കാദിയാനികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവിടെ അന്വേഷിച്ചു, പുസ്തകം ലഭിച്ചില്ല. വളരെ കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് IST ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയത്, ഇവിടെ മേരിക്കുന്നിലുണ്ട്. അത് കുറച്ച് പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളായിരുന്നു, അത് ഏതോ പഴയ എഡിഷൻസാണ്. അതാണ് ഞങ്ങൾ ആദ്യകാലത്ത് ഉപയോഗിച്ചത്. പിന്നെ ഞങ്ങൾ ഈ MA മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു അതിനൊരുപാട് കാശ് വേണ്ടേ. ഞാൻ പറഞ്ഞു ഇത് കുറേ പുസ്തകങ്ങളുണ്ട്, 10-55 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊന്ന് റീപ്രിൻ്റ് ചെയ്യാൻ 1000 കോപ്പി വീതം പ്രിൻ്റ് ചെയ്യാൻ എത്ര കാശ് വേണമെങ്കിലും അത് നിങ്ങൾ കാശില്ല എന്നുള്ള ഒരു മറുപടി. അപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത് തന്നെ ലണ്ടനിൽ പോകുന്നുണ്ട്, ഞാൻ ആ കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ റുവാനി ഖസായി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ സെറ്റ് മുഴുവനും അവരിറക്കുന്ന 23 വാള്യങ്ങളായിട്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം അതിലുണ്ടായിട്ടുണ്ടോ. ഏതായാലും അതിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും കുറേ ശ്രമിച്ചു. അങ്ങനെ കേരള അഹമ്മദിയ ജമാഅത്തിൻ്റെ നേതാക്കളെ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു കോപ്പി നമുക്ക് തരാമെന്ന് പറഞ്ഞു. ആ കോപ്പിയിൽ 20 പുസ്തകങ്ങൾ ഇതിനകത്തുന്നുള്ളൂ ആ സെറ്റിൽ. ബാക്കിയുള്ളത് തിന്നില്ല. ഈ ചില പുസ്തകങ്ങളൊക്കെ അതിന് പുറമെ മക്തൂബാത്തെ അഹമ്മദിയ എന്ന അദ്ദേഹത്തിൻ്റെ കത്തുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തെദ്ക്കിറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഹികളുടെ സമാഹാരമുണ്ട്. അതൊന്നും ആ കൂട്ടത്തിൽ പ്രിൻ്റ് ചെയ്തില്ല. അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ, പിന്നെ താത്തീറുൽ അനാം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം അവർ ഇന്നേ വരെ പ്രിൻ്റ് ചെയ്തില്ല. അത് ഒരു കയ്യെഴുത്ത് കോപ്പി മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് ഉദ്ധരിച്ച കുറച്ച് വഹികൾ എനിക്കറിയാമെന്നല്ലാതെ അതിലെന്താ പറഞ്ഞതെന്നല്ല. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ പുസ്തകങ്ങളൊക്കെ ദൈവികമാണ്, പിന്നെ അള്ളാഹു എൻ്റെ കൈകൊണ്ട് എഴുതിയതാണെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമെങ്കിലും അത് കിട്ടാനില്ല. ഇപ്പോഴും ഞാനത് പറയും. കാരണം വെച്ചാൽ നിങ്ങളാരെങ്കിലും ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് അഹമ്മദി ബുക്ക് സ്റ്റാളിൽ കയറി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല. അതേസമയം ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ അവർ ഇറക്കുന്നുണ്ട്, മലയാളത്തിൽ ഇറക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല. അതിന് ഞങ്ങളൊരു സംരംഭം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, പകുതി പൈസ ഞങ്ങൾ തരാം, നിങ്ങളും കൂടി തരാൻ മിർസയുടെ ഒരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് ഇറക്കാൻ കഴിയും. അതിനുവേണ്ടി കുറേ സിറ്റിംഗ് കൂടി ഇരുന്നു കൊടുത്തൂർ. നമ്മൾ ഫണ്ട് ചെയ്യാം, ഞാനതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് ഇത് ശരിയാണെന്ന് ഒപ്പിട്ട് തന്നിട്ട് നമുക്കത് പ്രസിദ്ധീകരിക്കാം
രണ്ട് കൂട്ടരുടെയും ചിലവർ അവരുടെ പ്രവാചകൻ. അവരുടെ പ്രവാചകൻ. അതിലൊരു കണ്ടീഷൻ ഞാൻ വെച്ചുള്ളൂ, ആ പുസ്തകം ഞാൻ പറയുന്നതായിരിക്കണം. കാരണം ഒരു പക്ഷേ ഞാൻ അതിന് ഒരു പ്രത്യേക താല്പര്യം കണ്ടിട്ടുണ്ടാവും. കാരണം അതിലേറ്റവും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളുള്ള ഒരു പുസ്തകമാണ് വിചാരിച്ചോളൂ. അപ്പോൾ ആ പുസ്തകമാണ് ഞാൻ ആ പുസ്തകം സെലക്ട് ചെയ്യാൻ കാരണമുണ്ട്, അതുകൂടി പറയാം. ഒരു പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പരിപാടി നടത്തി, പള്ളുരുത്തി എന്ന സ്ഥലത്ത് ഒരു പരിപാടി നടത്തി. 2 ദിവസം പരിപാടി നടത്താറുള്ളത് എറണാകുളത്ത്. ആ പരിപാടിയിൽ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നതിന് മിർസ സാഹിബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. മിർസാവുൽ അഹമ്മദ് ഖാദിയാനി മൂസാ നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെവിടെയാണെന്ന് ചോദിച്ചപ്പം അതെവിടെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. നൂറുൽ ഹക്ക് എന്ന പുസ്തകത്തിൻ്റെ 50-ാം പേജിലാണത് പറഞ്ഞത്. ഇത് അദ്ദേഹം എഴുതി വെച്ചത് വളരെ കൃത്യമാണ്. മൂസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട്, അത് വിശ്വസിക്കുന്ന ആകാശത്ത് ജീവിച്ചിരിക്കുക എന്നത് സാധ്യമല്ല. അതെ, അതിനൊരുപാട് അതെ അതേ ആള് തന്നെയാണ് മൂസാ നബി ആകാശത്ത് ജീവിച്ചിരിപ്പു എന്ന് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒറിജിനലിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ. ആ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഒരാൾ കോഴിക്കോട് വന്നപ്പോൾ കൊടിയത്തൂർ വന്നിട്ട് ആ പുസ്തകത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി തരുമെന്ന് ചോദിച്ചു. പുസ്തകത്തിൻ്റെ ഈ പേജ് ഞാനതിൻ്റെ അവർ പറഞ്ഞു അവരെടുത്ത് കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ 4 പേജ് മുന്നിലോ 4 പേജ് പിന്നിലും എടുത്തോളൂ, കാരണം അതും വെച്ചിട്ട് ഒരു പറയും അത് തലയും വാലും വെട്ടിയാണ്. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് 5-8 പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് മൂപ്പരെ കൊണ്ടുപോയി. ഒരു ഇബ്രാഹിം മാഷ് എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അവിടെ സംഘാടകനായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ കാര്യം അവിടെ പോയിട്ട് ഇത് മലയാളത്തിലൊരു ഇതുണ്ടാക്കിയിട്ട് അതും വെച്ച് ഈ കാര്യം നമ്മൾ കയ്യിൽ നിന്ന് വന്ന് അവിടെയൊക്കെ നോട്ടീസായി കൊടുത്തു. അപ്പോൾ ഈ പള്ളുരുത്തിയിലുള്ള ഒരു ആൾ ഇത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തിട്ട് വന്നാൽ കാണാം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ, ഞാൻ എഴുതി കൊടുത്തതിൽ ഞാനൊരു കൃത്രിമം ചെയ്തിട്ടില്ല. അതിൻ്റെ ആശയം അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ വരുന്നതിന് നിങ്ങൾക്കൊരു തടസ്സമില്ല, നമുക്ക് കൂടുതൽ സംസാരിക്കാം. പക്ഷേ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല, വരേണ്ട കാര്യമില്ല, നിങ്ങൾ പറയുന്ന കാര്യമാണ്. അതുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യം വെളിവാക്കുന്നില്ല, കാരണം ഞാൻ കാരണമായിട്ട് ഒരുപാട് പേര് അഹമ്മദീയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരെ തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അദ്ദേഹം മറ്റൊരു കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു വലിയ 20ഓളം കുടുംബത്തിലുള്ള 67 ആളുകൾ ഖാദിയാനിസത്തിൻ്റെ വളരെ കുറഞ്ഞ ആളുകളെ അവിടെ ബാക്കിയുള്ളൂ. അവരൊന്നായിട്ട് ഖാദിയാനിസം വിട്ടു. ഈ ഒരു പറഞ്ഞ ഒരു പുസ്തകം പിന്നെ ഒരു പുസ്തകം. അപ്പോൾ ഖാദിയാനിസം വിട്ടപ്പോൾ അവർക്ക് കോഴിക്കോടും കൊടിയത്തൂരൊക്കെ സ്വീകരണം കൊടുത്തു. നമ്മൾ ഒരു 5-6 പേര് വന്നു. കൊടിയത്തൂരും MSS ഓഡിറ്റോറിയത്തിൽ, കോഴിക്കോട് കൊടിയത്തൂർ പൊതുവേദിയിലും അവരവരുടെ അനുഭവങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇവർക്കൊരു ഇതാണല്ല. ഞാൻ ആ പുസ്തകം എടുത്താണ് നൂറുൽ ഹക്ക് എന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് ആദ്യം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇത് മാത്രമല്ല, അപ്പോൾ ഇതും അതിൽ വരുന്നേ ഉള്ളൂ. അതുപോലെ അതിൽ വേറെയും കാര്യങ്ങളുണ്ട്, ഇവർക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ്. പക്ഷേ അവരതിനൊക്കെ തയ്യാറായി ഉഷാറായി വന്നെങ്കിലും ഈ പറഞ്ഞ മാതിരി അവസാന നിമിഷം അവർ ഒഴിഞ്ഞു മാറി. കാരണം അത് ഞങ്ങൾക്ക് എന്താ മാനഹാനി ഉണ്ടാക്കും, നിങ്ങളും കൂടി മാനഹാനി. ഇപ്പോൾ മാനം കെട്ടിക്കല്ലേ ഇപ്പോൾ. അപ്പോൾ ഈ മാനഹാനി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൈസയും കൂടി ഉപയോഗിച്ച് നിങ്ങളെ സ്വന്തം പൈസ കൊണ്ട് ചെയ്തോളി, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കള്ളത്തരം കാണിക്കുന്നതാണ് ആധുനികമായിട്ട് അവർ പറയുന്നത്. ഞാനിപ്പോഴും അവരോട് പറയുന്നു, അവർക്ക് അതുപോലുള്ള ഒരു 4 പുസ്തകം മലയാളത്തിലാക്കാൻ അവരെ ഞാൻ ഇന്നും വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് മറ്റു ഭാഷകളിലെ ഭാഷകളിലുണ്ടായിട്ട് കാര്യമില്ല, മറ്റു ഭാഷകളിലല്ല, ഉറുദുവിലുണ്ട്. ഉറുദുവിലും അറബിയിലുമാണ് അത് ആൾട്ടർനേറ്റായിട്ട് എഴുതിയത്. ഒരു വരി അറബി, ഒരു വരി ഉറുദു. ഈ പുസ്തകം അവർക്ക് ലഭ്യമാണെങ്കിലല്ലേ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, 100 ലക്കിൻ്റെ ഒരു കോപ്പി വരുമെന്ന്. ആർക്ക് വേണം ചോദിക്കാം, പക്ഷെ അവരുടെ അടുത്ത് പൈസക്ക് തരാനുണ്ടാവില്ല. കാരണം അവരുടെ അടുത്തില്ല, പലരുടെ അടുത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു 4-5 പുസ്തകത്തിൻ്റെ പേര് പോലും അറിയാത്തവരായിരുന്ന ഖാദിയാനികളെ ആ പേര് പഠിപ്പിച്ചത് നമ്മളാണ്. പക്ഷേ മിർസാവുൽ അഹമ്മദ് ഖാദിയാനി പറഞ്ഞത് എന്താണ്, എൻ്റെ പുസ്തകങ്ങൾ ഒരാവർത്തിയെങ്കിലും വായിക്കാത്തവരുടെ ഈമാനിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്, അവർ മുനാഫിക്കുകളാണോ എന്ന്. അപ്പോൾ അയാൾ എഴുതുന്ന കാലത്ത് അതൊക്കെ ശരിയായിരിക്കും, പുസ്തകം പ്രസിദ്ധീകരിച്ച് എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവും.
പക്ഷെ പിന്നെ അവരെന്ത് ചെയ്തത്, മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു ഇതിൽ വന്നു.